പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. സ്ഥാപന ഉടമ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിലിന്റെ എലോഹിം പ്രാർത്ഥനാ കേന്ദ്രത്തിന് മുന്നിൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. പ്രാർത്ഥനാ കേന്ദ്രം തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രവർത്തകരുടെ നിലപാട്. അതേസമയം തന്റെ സ്നേഹത്തണൽ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പിൽ ക്രമക്കേടുകളില്ല എന്ന് ഉടമ പാസ്റ്റർ ബിനു വാദിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റെങ്കിൽ നടപടിയുണ്ടാവും. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന് വ്യക്തിവിരോധമാണെന്നും കുപ്രചരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ബിനു പ്രതികരിച്ചു. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് ബിനുവിന്റെ പ്രതികരണം. വിശദാംശങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ പാസ്റ്റർ ബിനു പറയുന്നത് തൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന നിലയ്ക്കാണല്ലോ ഇപ്പോൾ ഫേസ്ബുക്കിലെ വീഡിയോയിലൂടെ പറയുന്നത്. എന്താണ് പ്രതിഷേധക്കാരുടെ ഇനിയുള്ള നീക്കം? അതേമായ ചെന്നീർക്കര പഞ്ചായത്തിലെ സ്നേഹത്തണൽ എന്ന വയോജന കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ 2 കുട്ടികൾക്ക് ക്രൂരമായ മർദ്ദനമേറ്റു എന്ന പരാതി കുട്ടികൾ തന്നെ ഈ സാമൂഹ്യനീതി വകുപ്പിനെ അതിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകരെയും ഒക്കെ അറിയിക്കുന്നത്. അതുപ്രകാരം പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. ഈ സ്ഥാപനത്തിലെ മാനേജർ ഉൾപ്പെടെ 3 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവർ ഇപ്പോൾ റിമാൻഡിലാണ്. ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായ പാസ്റ്റർ ബിനു വാഴമുട്ടം നേതൃത്വം നൽകുന്ന ഒരു ധ്യാനകേന്ദ്രമാണ് ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്നത്. ഈ ധ്യാനകേന്ദ്രത്തിനെതിരെയാണ് ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം രാവിലെ മുതൽ സംഘടിപ്പിച്ചത്. ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് ആളുകളെ കയറ്റില്ല എന്നും ഇവിടെ ഇത്തരത്തിലൊരു പ്രാർത്ഥനാ കേന്ദ്രം നടത്താൻ അനുവദിക്കില്ല എന്നുമായിരുന്നു അവരുടെ നിലപാട്. ഈ പാസ്റ്റർ ഗുണ്ടയായ പാസ്റ്റർ ഇവിടെ നിന്നും അയാളെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത്. ഈ ക്രൂരമായ പീഡനങ്ങൾ പല വിധത്തിൽ, അതായത് കുട്ടികൾക്ക് മാത്രമല്ല ഈ വയോജന കേന്ദ്രത്തിലെ വയോധികർ അടക്കമുള്ളവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സാമൂഹ്യനീതി വകുപ്പ് തന്നെ ഇവിടെ നടത്തിയ തെളിവെടുപ്പിൽ ബോധ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് ഈ സ്ഥാപനം നടത്തിപ്പുകാരനായ ബിനു പാസ്റ്ററെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ടായത്. ഈ സമയത്ത് തന്നെ ഇവിടെ ഈ പ്രാർത്ഥനയ്ക്കായും നിരവധി വിശ്വാസികൾ എത്തുകയും ചെയ്തിരുന്നു. ഇവരും ഈ പ്രതിഷേധക്കാരും തമ്മിൽ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ പോലീസ് സന്നാഹമൊക്കെ ഏർപ്പെടുത്തിയാണ് ഇതിൽ ചെറിയ അയവ് വരുത്തിയത്. ഇപ്പോൾ അകത്ത് പ്രാർത്ഥന നടക്കുകയാണ്. ഈ സ്ഥലത്ത് തന്നെ ബിനു പാസ്റ്റർ അടക്കമുള്ളവരും ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഈ ബിനു പാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇത്തരത്തിൽ തൻ്റെ സ്ഥാപനത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ക്രൂരമായ പീഡനം അടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കും. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളവർ ആ കേസിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുത്തോട്ടെ, ഈ പ്രാർത്ഥനാ കേന്ദ്രവുമായി യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ പ്രാർത്ഥന സമയമായതുകൊണ്ട് തന്നെ അകത്ത് പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ പ്രാർത്ഥന അവകാശത്തെ യാതൊരു വിധത്തിലും ഹനിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് എത്തിയവരും വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായത്. വലിയ നാടകീയ രംഗങ്ങൾ ഒടുവിലാണ് ഈ പ്രാർത്ഥനയ്ക്കായി എത്തിയവർ അകത്ത് കയറി പ്രാർത്ഥന ആരംഭിച്ചത്. ഇവിടെ പുറത്ത് ഇപ്പോഴും ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇപ്പോഴും നിലയുറപ്പിക്കുന്നുണ്ട്. അവർ യാതൊരു തരത്തിലും ഒരു ആക്ഷൻ കൗൺസിൽ തന്നെ രൂപീകരിച്ച് യാതൊരു തരത്തിലും ഇവിടെ ഇത്തരത്തിൽ ഇത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു ഉടമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ കേന്ദ്രം നടത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഉള്ളത്. മാത്രമല്ല ഈ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന ഒരു ആവശ്യവുമായി പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുമുണ്ട്. ഇതിപ്പോൾ ഈ എലോഹിം വർഷിപ്പ് സെൻറ്റർ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇതും ഈ സ്നേഹത്തണൽ ചാരിറ്റബിൾ ഈ വയോജന കേന്ദ്രത്തിൻ്റെ ഉടമ തന്നെയാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പുകാരനായിട്ടുള്ളത്. എന്തായാലും ഈ സ്നേഹത്തണൽ വയോജന കേന്ദ്രത്തിനെതിരെയും എന്തായാലും ഇപ്പോൾ പരാതികൾ വന്ന സ്ഥിതിക്ക് വലിയ രീതിയിലുള്ള ഒരു നടപടിയിലേക്കാണ് കടക്കുന്നത്. ഈ ജില്ലാ ശിശുക്ഷേമ വകുപ്പ് അടക്കം സാമൂഹ്യനീതി വകുപ്പ് അടക്കം അവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഇവർക്കെതിരെ റിപ്പോർട്ട് എന്തായാലും സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ, അതായത് വയോജനങ്ങൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കടക്കുന്നത്. ഈ 3 പേർ അറസ്റ്റിലായ സ്ഥിതിക്ക് കൂടുതൽ നടപടികൾ ഇനി വരും മണിക്കൂറിൽ ഉണ്ടായേക്കാം. മായ. ശരി, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്.